എൻ്റെ ഏറ്റവും പുണ്യഭൂമിയായിട്ടുള്ള മൂകാംബികയിലെത്താൻ സാധിച്ചു. ഇതെൻ്റെ രണ്ടാമത്തെ വർഷത്തെ ഒരു വരവാണ് മൂകാംബികയിലേക്ക്. ദേവി ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ മൂകാംബികയിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് ദേവിയുടെ പല്ലക്കാണ് കേട്ടോ. ശരിക്കും ദേവി സദാസമയം പുറത്താണ്. നമുക്ക് ദേവിയുടെ ദർശനം സുഗമമായിട്ട് ലഭ്യമാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി പല്ലക്കിലായിട്ടും രഥത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുന്നള്ളിക്കൊണ്ടേയിരിക്കും. വലിയ തിരക്കുള്ള സമയം തന്നെയാണ്. കാരണം നവരാത്രിയോട് ബന്ധപ്പെട്ടാണ് അവിടെ എത്തിയത്. നവരാത്രി ലൈവുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ദർശനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈവിലേക്കും കാര്യങ്ങളിലേക്കൊക്കെയാണ് പോയത്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വളരെയധികം ലേറ്റ് ആയിട്ടാണ്. കാരണം നവരാത്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്. എന്തായാലും ദേവിയുടെ ആ ഒരു പല്ലക്കിലുള്ള വരവ്, രഥത്തിലുള്ള വരവ്, അങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ. ദേവിനെ അണിയിച്ചൊരുക്കിയിട്ടാണ് എപ്പോഴും പല്ലക്കിലും കയറ്റി ഇങ്ങനെ 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 വന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, ഈ ഒരു രഥഘോഷയാത്ര എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രമാത്രം പ്രത്യേകതയുണ്ട് ഈ രഥഘോഷയാത്രയ്ക്ക് കേട്ടോ. മലയാളികൾ ഉൾപ്പെടെ തെന്നിന്ത്യയിൽ നിന്നും പല ആളുകളും ദേവീസന്നിധിയിൽ എത്താറുണ്ട്. സരസ്വതിയുടെ ആ ഒരു നിമിഷം, അപ്പം കലയുടെ ഒരു വലിയ വേദി എല്ലാം നമുക്ക് അവിടുന്ന് നമ്മുടെ ഒരു സ്വയം അർപ്പണമാണ് ദേവിക്ക് വേണ്ടി ചെയ്യുന്നത്. ഏത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം മൂകാംബിക എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്വപ്ന സാഫല്യമുള്ളൊരു കാര്യം തന്നെയാണല്ലേ. ദേവി ഞാൻ പറഞ്ഞില്ലേ, ദേവിയുടെ പല്ലക്കിൽ എഴുന്നള്ളിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ ദേവിനെ അണിയിച്ചൊരുക്കി ഇങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. മൂകാംബിക ദർശനം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം പോസിറ്റിവിറ്റി സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ മൂകാംബികയിൽ പോകാത്തവരാണെന്നുണ്ടെങ്കിലും മൂകാംബിക ദേവിയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം മൂകാംബികയിലേക്കുള്ള ദർശനം സഫലമാകും. കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വർഷത്തെ ഒരു ലൈവ് എനിക്ക് കിട്ടുന്നത്. ക്ഷേത്രത്തിനകത്തു നിന്നും അന്നദാന മണ്ഡപത്തിലേക്ക് പോകാനുള്ള ഒരു ഹാളാണത് കേട്ടോ. അത് അന്നദാന മണ്ഡപമാണ്, വലിയൊരു മണ്ഡപമാണ് കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത അതാ കണ്ടോ. മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ അന്നദാനം കഴിക്കാതെ പോകരുത്. കാരണം വളരെയധികം പ്രത്യേകതയാണ്. ഇങ്ങനെ ഇത്തരത്തിലാണ് ഇവിടെ നമ്മൾ അന്നദാനം കഴിക്കുക. ദേവിയുടെ മുന്നിലും ഭക്ഷണത്തിൻ്റെ മുന്നിലും എല്ലാവരും തുല്യരാണ്. അവിടെ വേർതിരിവ് വരുന്നില്ല. ഇരുന്ന് എല്ലാവരും ഈ അന്നദാന മണ്ഡപത്തിൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള പ്രത്യേകത